ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അറഫ്ത സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വൈകിപ്പിക്കാതെ തന്നെ നേരെ നമ്മുടെ എപ്പിസോഡിലേക്ക് പോയാലോ. എപ്പിസോഡിന് തുടക്കം തന്നെ കാണിക്കുന്നത് അദേശിനെ മേജനെയാണ്. അവർ രണ്ടുപേരും ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. അദേശ് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ അവൻ്റെ തൊട്ടടുത്ത് മേജൻ കിടന്നുറങ്ങുന്ന അവൻ കാണും. അത് കാണുമ്പോൾ അവൻ ഒത്തിരി സന്തോഷമാവും. അപ്പോഴാണ് മേജൻ എഴുന്നേൽക്കുന്നത്. മേജൻ പെട്ടെന്ന് സോറി പറഞ്ഞ് എഴുന്നേൽക്കും. അയ്യോ, ഞാൻ അറിയാതെ ഇങ്ങനെ തന്നെ ഉറങ്ങിപ്പോയി. ഞാൻ കാരണം നിങ്ങൾക്കൊരു വലിയ ബുദ്ധിമുട്ടായിട്ടുണ്ടാവല്ലേ? അത് കേൾക്കുമ്പോൾ അദേശ് മനസ്സിൽ വിചാരിക്കും, സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഉറക്കമായിരുന്നു ഇത്. നമുക്കിപ്പോൾ എന്ത് വലിയ മാറ്റമല്ലേ വന്നിരിക്കുന്നത്. ആദ്യം നമ്മളെപ്പോഴും വഴക്ക് പിടിച്ചുകൊണ്ടായിരുന്നു. ഇപ്പോഴോ? അത് കേൾക്കുമ്പോൾ അദേശ് പറയും, നീ ഇതെങ്ങനെ യൂസ്ഡ് ആവണ്ട, കാരണം നീ വേഗം ഒന്ന് റെഡി ആയിട്ട് വേണം നമുക്ക് വീണ്ടും പണ്ടത്തെ പോലെ വഴക്ക് കൂടാൻ. അത് കേൾക്കുമ്പോൾ മേജനും ചിരി വരും. അങ്ങനെ അവൾ വാഷ്റൂമിലേക്ക് പോകാൻ നിൽക്കുമ്പോഴായിരിക്കും അദേശിന് പെട്ടെന്ന് ജമാലിൻ്റെ കോൾ വരുന്നത്. അവർ ഇത്ര നേരം അന്വേഷിച്ചിരുന്ന ആളുടെ അഡ്രസ്സ് അവർക്ക് കിട്ടിയെന്നായിരിക്കും ജമാൽ പറഞ്ഞിട്ടുണ്ടാവുക. എങ്കിൽ എത്രയും പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് അദേശ് കോള് കട്ട് ചെയ്യും. അത് കാണുമ്പോൾ മേജൻ കാര്യം തിരക്കും. അദേശ് അവളുടെ കാര്യം പറയും, എങ്കിൽ ഞാൻ നിന്റെ കൂടെ വരുന്നുണ്ട്. വേണ്ട മേജൻ, നീ ഇപ്പം എവിടേക്കും വരുന്നില്ല. പക്ഷേ മേജൻ വീണ്ടും വീണ്ടും വാശി പിടിക്കും. ഇല്ല മേജൻ, ഇതിനൊരിക്കലും ഞാൻ നിന്നെ സമ്മതിക്കില്ല. എനിക്കിപ്പോൾ നല്ല റെസ്റ്റിൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അദേശ് അവളെ ബെഡിലിരുത്തും. ഇനി നീ ഇവിടുന്ന് അനങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ അദേശും ജമാലും അവരുടെ ടീംസൊക്കെ റെഡിയായി അവർ വണ്ടി കയറി ഇരിക്കുകയായിരിക്കും. അദേശ് അവൻ്റെ കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവൻ വളയ്ക്കും. അത് കാണുമ്പോൾ പെട്ടെന്ന് ബാക്കിലിരിക്കുന്ന മേജൻ എഴുന്നേറ്റിട്ട് പറയും, അദേശ് ഒന്ന് മെല്ലെ ഓടിക്കുന്നുണ്ടോ? അതേക്കുമ്പോൾ അദേശ് ആകെ ഷോക്കാവും. ഇവിടെ എവിടെ നിന്ന് വന്നു? അല്ല, നീ ഇതിനുള്ളിൽ എന്താ ചെയ്യുന്നത്? സത്യം പറഞ്ഞാൽ അദേശ് ആ വണ്ടി എടുത്തപ്പോൾ മുതൽ മേജൻ ആ വണ്ടീൻ്റെ പുറകെ കയറിയിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ നിൻ്റെ കൂടെ വന്നതാ. എനിക്കെന്തായാലും ആ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കണ്ട. ഇതും പറഞ്ഞ് അവൾ അവൻ്റെ ഫ്രണ്ട് സീറ്റ് കയറിയിരിക്കും. മേജൻ, നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞതല്ലേ നീ ഇവിടെ വരാമെന്ന് പറയുമ്പോൾ അതൊട്ടും സേഫ് അല്ല. ഇവിടെ നമുക്ക് അറിയാത്ത ആൾക്കാരാണ്. അവിടെ എന്തൊക്കെ പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരുന്ന പോലും നമുക്കറിയില്ല. അത് കേൾക്കുമ്പോൾ മേജൻ പറയും, എന്തൊക്കെയാണെങ്കിലും നിൻ്റെ കൂടെ ആകുമ്പോൾ ഞാൻ സേഫാണ്. നീ ഉണ്ടാകുമ്പോൾ എനിക്കൊരു ധൈര്യമാണ്. പക്ഷേ അദേശ് അതിന് സമ്മതിക്കില്ല. ഇല്ല മേജൻ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. പക്ഷേ അദേശ്, ഇതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് മേജൻ ഞാനും പറയുന്നത്. നീ എനിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലോ? അതായത് നീ അങ്ങോട്ട് വരണ്ട. അത് നിനക്ക് പറ്റിയ സ്ഥലമല്ല. നിനക്കിപ്പോൾ ഓൾറെഡി വയ്യാതിരിക്കല്ലേ? നിനക്ക് വീട്ടിലിരുന്നാൽ പോരായിരുന്നോ? അദേശ്, എന്താ ഇത്? നിങ്ങളെന്നോട് പറയാനുള്ളത് എപ്പോൾ നമ്മളെ ഫെയറിന് നമ്മൾ ഫേസ് ചെയ്യണമെന്ന്. എന്നിട്ടിപ്പോൾ നിങ്ങളെന്നോട് വീട്ടിലിരിക്കാൻ പറയാണോ? ഇതെല്ലാം കേൾക്കുമ്പോൾ അദേശിന് മനസ്സിലാവും ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന്. എന്തായാലും ഞാൻ പറഞ്ഞാൽ നീ കേൾക്കാൻ പോകുന്നില്ലല്ലോ. പക്ഷേ ഒരു കാര്യം നീ അനുസരിക്കണം. ഞാൻ പുറത്തിറങ്ങുമ്പോൾ നീ ഈ വണ്ടിയുടെ ഉള്ളിൽ തന്നെ ഇരിക്കണം. വണ്ടിയിൽ നീ ഒരിക്കലും പുറത്തിറങ്ങാൻ പാടില്ല. ഓക്കെ, എന്നാൽ അത് ഞാൻ നീ പറഞ്ഞ പോലെ ചെയ്യാം. ഞാൻ കാറിന് പുറത്തിറങ്ങില്ല. അങ്ങനെ അദേശ് വേറെ വഴിയൊന്നുമില്ലാതെ മേജനെ കൊണ്ട് അവിടുന്ന് വീണ്ടും പോവാണ്. അങ്ങനെ സ്ഥലമെത്തി അവൻ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കായിരിക്കും. മേജൻ അവൻ്റെ കൈ പിടിച്ചിട്ട് പറയും, അദേശ്, നീ നന്നായിട്ട് ശ്രദ്ധിക്കണം. നിനക്കൊന്നും പറ്റാൻ പാടില്ല. ഇതെല്ലാം കേൾക്കുമ്പോൾ അദേശ് എനിക്കൊന്നും സംഭവിക്കില്ലെന്ന് അവളോട് പറഞ്ഞ് അവിടെ നിന്ന് പോവുമായിരിക്കും. അങ്ങനെ അദേശും ജമാലും അവൻ്റെ ആൾക്കാരെല്ലാം കൂടി ഇയാളെയും തെരഞ്ഞോട്ട് പോകുമ്പോഴായിരിക്കും പെട്ടെന്ന് ആ ക്രിമിനൽ മേജൻ ഇരിക്കുന്ന കാറിൻ്റെ സൈഡിലൂടെ കടന്നു പോകുന്നത്. അത് കാണുമ്പോൾ മേജൻ അവിടെ നിന്ന് ഒച്ച വയ്ക്കാൻ തുടങ്ങും. ആ ഒച്ച കേൾക്കുമ്പോൾ അദേശ് അവൻ്റെ ടീംസ് എല്ലാം അയാളെ കണ്ട് അവരുടെ പിറകെ പോകാൻ നിൽക്കുമായിരിക്കും. അപ്പോഴാണ് അദേശ് പെട്ടെന്ന് സ്റ്റോപ്പ് ആവുന്നത്. കാരണം മേജൻ ആ കാറിൽ ഒറ്റയ്ക്കിരിക്കുകയാണ്. അവളെ ഈ കാറിൽ ഒറ്റയ്ക്കിരുത്തി പോകാൻ അദേശിന് തീരെ മനസ്സില്ല. അതുകൊണ്ട് തന്നെ അവൻ അവിടെ തന്നെ അവളെ നോക്കി നിൽക്കുകയാണ്. അത് കാണുമ്പോൾ ജമാൽ അദേശിൻ്റെ അടുത്ത് വന്ന് പറയും, അദേശ്, നീ പേടിക്കണ്ട. നീ മേജൻ്റെ കൂടെ തന്നെ ഇരുന്നോ, ഞങ്ങൾ എല്ലാവരും പോയി പിടിച്ചോളാം. അത് കേൾക്കുമ്പോൾ അദേശ് മേജൻ്റെ അടുത്തേക്ക് വരുമായിരിക്കും. ഇതെല്ലാം കണ്ട് പേടിക്കുന്ന മേജൻ പെട്ടെന്ന് കാറിൽ നിന്നിറങ്ങി നേരെ അദേശിന് പോയി കെട്ടിപ്പിടിക്കുകയാണ്. അദേശിനെ ഒരുപാട് പേടിച്ചു പോയി. അത് കേൾക്കുമ്പോൾ അദേശ് അവളെ സമാധാനിപ്പിക്കും. ഇല്ല മേജൻ, നിന്റെ കൂടെ ഞാനില്ലേ, നീ ഇപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല, നിനക്കൊന്നും സംഭവിക്കില്ല. അവൻ്റെ കാര്യം ജമാലും അവൻ്റെ ആൾക്കാർ നോക്കിക്കോളുമെന്ന് അദേശ് മേജനോട് പറയും. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ അദേശിന് ജമാലിൻ്റെ കോൾ വരും. അദേശ്, അവൻ നമ്മുടെ കയ്യിൽ നിന്ന് എസ്കേപ്പ് ആയി പോയി. അത് കേൾക്കുമ്പോൾ അദേശിന് ഒത്തിരി വിഷമാവും. ഇത് കാണുമ്പോൾ മേജൻ നല്ല വിഷമാവുന്നുണ്ട്. മേജൻ, ഞാൻ നിന്നോട് പറഞ്ഞതില്ലേ നീ വീട്ടിലിരുന്നാൽ മതിയെന്ന്. നീ വെറുതെ ഇങ്ങനെ വാശി കാണിച്ചതിൻ്റെ കൂടെ വന്നോണ്ടാ ഇപ്പം അവൻ നമ്മുടെ കയ്യിൽ നിന്ന് എസ്കേപ്പ് ആയത്. ഇതെല്ലാം കേൾക്കുമ്പോൾ മേജൻ ഒത്തിരി വിഷമാവും. അദേശ്, നീ അവൻ്റെ കൂടെ പോയി അവൻ നിന്നെ എന്തെങ്കിലും ചെയ്തിട്ട് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ നിൻ്റെ കൂടെ വന്നതെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് കരയും. അത് കാണുമ്പോൾ അദേശിന് പാവം തോന്നും. സാരല്ല മേജൻ, നീ പേടിക്കണ്ട. അവൻ നമ്മുടെ കയ്യിൽ നിന്ന് എസ്കേപ്പ് ആയെന്ന് വിചാരിച്ച് നമുക്ക് അവനെ കിട്ടാൻ പോകുന്നില്ലെന്നല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ എന്തെങ്കിലും കണ്ടുപിടിച്ചിരിക്കും. ഈ അദേശിൻ്റെ അടുത്ത് ആർക്കും അവനെ രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അദേശ് അവളുടെ കണ്ണുനീരൊക്കെ തുടച്ചു കൊടുക്കും. അതിനുശേഷം അവൾ വണ്ടിയിലിരുത്തി അവരവിടുന്ന് പോകും. പിന്നീട് കാണിക്കുന്നത് ഓഫീസിൽ നമ്മുടെ ബുറാക്കിനെയാണ്. അവൻ ദമയത്തിനായിട്ട് സംസാരിക്കാൻ വേണ്ടി കോഫി എടുക്കാൻ വേണ്ടി വരുമായിരിക്കും. അപ്പോഴാണ് അവിടേക്ക് നസീർ വരുന്നത്. നസീറിനെ ബുറാക്കിനെ കണ്ണെടുത്താൽ കണ്ടുവിടാം. കാരണം അവൻ്റെ ദമയത്തിൻ്റെ മേലൊരു നോട്ടുള്ള കാര്യം നസീറിന് അറിയാം. അതുകൊണ്ട് തന്നെ നസീർ അവൻ്റെ കഴുത്തിന് പിടിക്കും. ഡാ, നീ ആരാ നടന്നതിൻ്റെ വിചാരം? കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി മേലിൽ നിന്നെ എൻ്റെ അനിയത്തിയുടെ കൂടെ കണ്ടിട്ടുണ്ടെങ്കിലല്ലോ, നിന്നെ ഓഫീസിൽ നിന്ന് ഫയർ ചെയ്യാന്ന് മാത്രമല്ല നിന്റെ എല്ലാം ഞാൻ പൊടിച്ചെടുക്കും. ഇതെല്ലാം കേൾക്കുമ്പോൾ അവൻ നല്ല ദേഷ്യം വരും. എന്താടാ, നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? നീ ആരാണ് നിന്റെ വിചാരം? നീ നിന്നെ ഒന്ന് കണ്ണാടി നോക്കിയിട്ടുണ്ടോ? നീ അവൾ തമ്മിൽ എന്ത് മാച്ചാടാ ഉള്ളത്? അവൾക്ക് പറ്റിയ ചെക്കനാണോ നീ? ദമയത്ത് ആരാന്ന് നിനക്കറിയോ? ഈ നസീറിൻ്റെ പെങ്ങളാ.
നീയോ ഏതോ ഒരു മണകുണാചനും. ഇനി മേല നീ ദമയത്തിന്റെ പുറകെ നടന്ന് ഞാൻ അറിഞ്ഞ പിന്നെ നിന്റെ അവസ്ഥ വളരെ മോശമായിരിക്കും എന്ന് പറഞ്ഞ് നസീർ അവിടെ നിന്നും പോവും. ബുറാക്കിനാണെങ്കിൽ നസീർ ഇപ്പൊ ചെയ്തിട്ട് പോയ കാര്യം അളിച്ച് നല്ല ദേഷ്യം വരുന്നുണ്ടാവും. ഒരു ദിവസം ഞാൻ ആരാണെന്ന് നീയൊക്കെ അറിയും, അന്ന് നീയൊക്കെ എന്താ ചെയ്യാൻ പോകുന്നത് നമുക്കൊന്ന് കാണാലോ എന്ന് പറഞ്ഞ് അവൻ്റെ പോക്കറ്റിലിരിക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് നോക്കും. ആ ഫോട്ടോയിൽ നമ്മുടെ ഹൈദറും നെർമിനും മേജനും ആയിരിക്കും. ആ ഫോട്ടോ നോക്കി അവൻ അവിടെ തന്നെ നിൽക്കുമായിരിക്കും. പിന്നീട് കാണിക്കുന്നത് അതീഷിനെയും മേജനെയാണ്. അവർ രണ്ടുപേരും ഒരു കടൽ തീരത്ത് ചായയും പലഹാരമൊക്കെ കഴിച്ചിരിക്കുകയായിരിക്കും. എന്തൊരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണല്ലേ ഇത് എന്ന് മേജൻ പറയും. അത് കേൾക്കുമ്പോൾ അതേശം പറയും, അതെ ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇരിക്കാറുണ്ട്, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. അത് കേൾക്കുമ്പോൾ മേജൻ പറയും, ഓ അപ്പം നീ ഇവിടെ ഇടയ്ക്ക് വന്ന് ഇരിക്കുന്നതുകൊണ്ടാണല്ലേ ഇപ്പോൾ വന്നത്, അല്ലാതെ അങ്ങനെ സ്പെഷ്യലായിട്ട് വന്ന് ഇരുന്നൊന്നല്ലേ അല്ലേ. എന്തായാലും ഞാൻ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ നിനക്കിവിടെ കുറച്ചും കൂടി പീസ്ഫുൾ ആയിട്ടിരിക്കാമല്ലോ എന്ന് മേജൻ പറയും. അല്ല നീ അതിന് എവിടേക്കാണ് പോകുന്നത്? ഞാനപ്പോൾ ലണ്ടനിലേക്ക് പോകുന്നില്ലേ? ആ കാര്യം ഞാൻ പറഞ്ഞേ. ഓ ലണ്ടനിലേക്കോ? അതിന് ആ ഷിപ്പൊക്കെ എപ്പോഴും പോയി കഴിഞ്ഞില്ലേ? ഷിപ്പ് പോയാലെന്താ, വേറെയും പ്ലെയിൻസ് ഉണ്ടല്ലോ, അതിൽ പോകാലോ. അങ്ങനെ ഒരു പ്ലെയിനും നിന്നെ ഇപ്പം എന്നിൽ നിന്ന് അകറ്റി കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് അതേഷ് അവരോട് പറയും. അതേക്കുമ്പോൾ മേജന് ചിരി വരും. സത്യം പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് നിനക്ക് വേണമെങ്കിൽ വല്ല ഹോളിഡേയ്സിനോ വെക്കേഷനോ ഒക്കെ പോവാം. എന്തായാലും ഇപ്പം നിൻ്റെ ഈ കണ്ടീഷനിൽ നിനക്കിപ്പോൾ എവിടേക്കും പോകാൻ പറ്റില്ലല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓ അങ്ങനെയാണോ? എന്നാൽ പിന്നെ നീ എന്തിനാണ് ഇവിടെ പോകാൻ പറഞ്ഞത്? സാരല്ല പോട്ടെ, എന്തായാലും വല്ല വെക്കേഷനോ ഹോളിഡേയ്സിലോ അങ്ങനെ എപ്പോഴെങ്കിലും പോവാം അല്ലേ. ഇതേക്കുമ്പോൾ അതേശന് അവൻ്റെ മൂഡ് പോവും. മതി വേഗം ചായ കുടിച്ച് വീട്ടിൽ പോകാൻ നോക്ക്, വേഗം വണ്ടി കയറുന്നു പറഞ്ഞ് അവളുടെ ചായയൊക്കെ പകുതി വഴി അവൻ വാങ്ങി വെച്ച് അവിടെ വെച്ചിട്ട് അവളെ വണ്ടി കയറ്റി അവൻ നടന്നു പോവും. അങ്ങനെ നേരെ ഇരുട്ടായി. അതേശ് വാഷ്റൂമിൽ നിന്ന് വരുമ്പോൾ അവൾ അവിടെ ലേറ്റ് ആണെങ്കിൽ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അത് കാണുമ്പോൾ ഇത്ര നേരം നീ വായിച്ചില്ലേ, ഇനി കുറച്ചൊരു റെസ്റ്റ് എടുത്തെന്ന് പറഞ്ഞ് അവൻ ആ ലൈറ്റ് ഓഫ് ചെയ്യായിരിക്കും. പക്ഷേ നമ്മുടെ മേജന് ഇരുട്ടത്തിരിക്കാൻ പേടിയായതുകൊണ്ട് തന്നെ അതേശിനോട് അത് ഓഫ് ചെയ്യണമെന്ന് പറയും. അത് കേൾക്കുമ്പോൾ അവൻ അത് വേഗം ഓണാക്കി കൊടുക്കും. പക്ഷേ മേജൻ ഇപ്പോഴിങ്ങനെ അപ്സെറ്റ് ആയിട്ടിരിക്കുന്നത് കാണുമ്പോൾ അതേശ് അവളുടെ അടുത്തേക്ക് ഒന്ന് ചോദിക്കും, മേജൻ നീ ഓക്കെ അല്ലേ? സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഓക്കെ അല്ലാന്ന് എനിക്ക് തോന്നുന്നതെന്ന് മേജൻ അവനോട് പറയും. ഞാൻ എപ്പോഴും ഇതുപോലെ ഓരോ നൈറ്റ് മെയർ കണ്ടിട്ടായിരുന്നു നിൽക്കുന്നത്. എനിക്കിപ്പോൾ ഉറങ്ങാൻ തന്നെ പേടിയാവുക, ഇരുട്ടും എല്ലാം എനിക്കിങ്ങനെ പേടിയായിക്കൊണ്ടിരിക്കുക. കണ്ണടച്ചാൽ തന്നെ ഞാൻ ആ സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് മുങ്ങുന്നതാണ് ഞാൻ സ്വപ്നം കാണുന്നത്. ഇതെല്ലാം കണ്ട് ഞാൻ ആകെ ഞെട്ടി എഴുന്നേക്കുക. ഇതൊന്നും എന്ത് മാറാത്തത് എന്ന് പറഞ്ഞ് അവൾ ആകെ ഇങ്ങനെ വിഷമിച്ച ഓരോ കാര്യങ്ങൾ പറയായിരിക്കും. ഇതെല്ലാം കാണുമ്പോൾ ആദേശം അവളെ സമാധാനിപ്പിക്കും. നീ എന്തായാലും പേടിക്കാതിരിക്കും, നമുക്ക് വേണമെങ്കിൽ ഒരു ചേഞ്ചിന് വേണ്ടി കുറച്ച് നേരം നമുക്ക് ബാൽക്കണിയിൽ പോയിരിക്കാം, അപ്പോൾ നിന്റെ മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആയിക്കോളൂന്ന് ആദേശ് പറയും. അതേക്കുമ്പോൾ മേജൻ ഒത്തിരി സന്തോഷമാവും. അങ്ങനെ ആദേശ് അവളെ കൊണ്ട് ജാക്കറ്റൊക്കെ ഇടിപ്പിച്ച് അവൾ അവനൊക്കെ ജാക്കറ്റൊക്കെ ഇട്ട് കൊടുക്കും. അങ്ങനെ അവർ രണ്ടുപേരും ഒരു ബ്ലാങ്കറ്റ് എടുത്തുകൊണ്ട് നേരെ ബാൽക്കണിയിൽ പോയിരിക്കും. ബാൽക്കണിയിലാണെങ്കിൽ നല്ല വ്യൂ ആയിരിക്കും, ആകാശത്തേക്ക് നോക്കിയിരിക്കുകയായിരിക്കും രണ്ടുപേര്. ആദേശിനാണെങ്കിൽ നമ്മുടെ മൂണിനെ സ്റ്റാറിനെയൊക്കെ പറ്റി നന്നായിട്ട് അറിയുന്നതുകൊണ്ട് തന്നെ അവൻ ഓരോ കാര്യങ്ങളൊക്കെ മേജന് പറഞ്ഞെടുക്കും. മേജനാണെങ്കിൽ ഓരോ കാര്യങ്ങളും ഒരേപോലെയാണ് തോന്നുന്നത്. എനിക്ക് ഈ സ്റ്റാർസിൻ്റെ കാര്യമൊക്കെ എപ്പോഴും മാറിപ്പോവും, ഈ കാര്യത്തിലൊന്നും എനിക്ക് അത്ര വലിയ അറിവില്ലെന്നൊക്കെ മേജൻ പറയുന്നുണ്ട്. പക്ഷേ ആദേശാണെങ്കിൽ അവൾക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞും കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും മേജൻ ആദേശിനോട് ചോദിക്കുന്നത്, അല്ല നിനക്ക് തണുക്കുന്നൊന്നുമില്ലേ? ഏയ് എനിക്കങ്ങനെ തണുക്കാറൊന്നുമില്ലെന്ന് ആദേശ് അവളോട് പറയും. ഓ നിനക്കിങ്ങനെ തണുക്കാനാ, കാരണം നീ ആദേശ് അല്ലേ. സത്യം പറഞ്ഞാൽ അവരുടെ ലാംഗ്വേജിൽ ആദേശ് എന്ന് പറഞ്ഞാൽ ഫയർ എന്നാണ് അർത്ഥം. അത് നമ്മൾ ഫസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറയുന്നത് ആദേശിൻ്റെ പേരങ്ങനെ ആയതുകൊണ്ടായിരിക്കും അവന് തണുക്കാത്തതെന്നാണ്. അത് കേൾക്കുമ്പോൾ ആദേശിൻ്റെ എക്സ്പ്രഷൻ ഒന്ന് കാണണമായിരുന്നു. ഉഫ് എൻ്റെ പൊന്നു മേജൻ, നീ ഇപ്പം എന്താടി പറഞ്ഞേ? എന്നൊരു എക്സ്പ്രഷനായിരുന്നു അവൻ ഇട്ടിരുന്നത്. ഓ സോറി ആദേശ്, ഞാൻ പറഞ്ഞത് കുറച്ച് ചീറ്റിപ്പോയല്ലേ? ഓ ഇല്ല ഒട്ടും ഇല്ലെന്ന് ആദേശ് അവളോട് പറയും. അങ്ങനെ അവർ രണ്ടുപേരും വീണ്ടും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. മേജന് തണുക്കുന്നതുകൊണ്ട് തന്നെ ആദേശ് അവളുടെ അടുത്തേക്ക് കുറച്ചുകൂടി ചേർന്നിരിക്കും. അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ച് ആ സ്റ്റാർസ് എല്ലാം നോക്കി അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. ഇരുന്നിരുന്ന് അവർ അവിടെ തന്നെ ഉറങ്ങിപ്പോവും. അങ്ങനെ രാവിലെ നമ്മുടെ ആദേശാണ് എഴുന്നേൽക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദേശിൻ്റെ അടുത്ത് മേജൻ തന്നെ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ അവൻ ഒത്തിരി സന്തോഷം ഉണ്ടാവും. അവൾക്ക് തണുത്തിന് ഈ പനിയൊന്നും പിടിക്കേണ്ടെന്ന് വിചാരിച്ച് അവൻ അവളോട് അവിടെ നിന്ന് എഴുന്നേക്കാൻ പറയും. മേജൻ എഴുന്നേക്കാൻ നോക്ക്, വേഗം എഴുന്നേറ്റ് ബെഡിൽ കിടന്നാൽ മതി, ഇങ്ങനെ കൂടുതൽ നേരം കിടന്നാൽ നിനക്ക് വല്ല പനിയും പിടിക്കുന്ന ആദേശ് അവളോട് പറയും. പക്ഷേ മേജനാണെങ്കിൽ ഭയങ്കര ഉറക്കത്തിലാണ്. ആദേശ് കുറച്ചു നേരം കൂടി ഞാൻ ഇവിടെ മിണ്ടാതെ ഇരുന്ന് ഉറങ്ങിക്കോളാം. വേണ്ട മേജൻ, നീ വേഗം എഴുന്നേക്ക്, ഇവിടെ ഇരുന്നാൽ നിനക്ക് പനി പിടിക്കും ഉറപ്പാ. സാരമില്ല, എനിക്കൊന്നും സംഭവിക്കില്ല, ഞാൻ കുറച്ചും കൂടി ഉറങ്ങട്ടെന്ന് പറഞ്ഞ് അവൾ അവിടെ തന്നെ കിടക്കും. പക്ഷേ ആദേശ് അവളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ പെട്ടെന്ന് കണ്ണുറക്കും. ഗുഡ് മോർണിംഗ് എന്ന് പറയും. അതേക്കുമ്പോൾ ആദേശം ചിരിച്ചുകൊണ്ട് അവളോട് ഗുഡ് മോർണിംഗ് പറയും. എന്തായാലും നീ നന്നായിട്ട് ഉറങ്ങിക്കിടക്കലായിരുന്നു, ഞാനും ഇന്ന് വളരെ മനോഹരമായിട്ടാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത്, നീ ഇതിനെ വെറുതെ എന്നെ വിളിച്ചത്. എന്തായാലും ഇന്ന് ഞാൻ നന്നായിട്ട് ഉറങ്ങിയെന്നൊക്കെ പറഞ്ഞ് അവൾ ഒത്തിരി ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അവൾ ഉറക്കിപ്പിച്ചിലാണെന്ന് വിചാരിച്ച് ആദേശ് അവളെ നോക്കി ചിരിക്കും. അപ്പോഴാണ് അവൾ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേക്കുന്നത്. അയ്യോ ഞാൻ ഇന്നലെ സ്റ്റാർസൊക്കെ നോക്കി ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങിയെന്നാണ് തോന്നുന്നത്, എന്തായാലും ഞാൻ വേഗം പോട്ടെന്ന് പറഞ്ഞ് അവൾ ആകെ ഒരു ചമ്മലോടെ അവിടെ നിന്ന് പോകും. ഇതെല്ലാം കാണുമ്പോൾ ആദേശിനെ ചിരി വരും. പിന്നീട് കാണിക്കുന്നത് ആദേശിനെയാണ്. അവൻ ബാത്റൂമിൽ ഷേവിങ് ക്രീമൊക്കെ തേച്ച് ഷേവ് ചെയ്യാൻ വേണ്ടി നിൽക്കുമായിരിക്കും.
അപ്പോഴാണ് മേജൻ അവൻ്റെ വാതിൽ തട്ടുന്നത്. അതേഷ്, കഴിയാറായോ? നിങ്ങൾ എപ്പോഴാണ് പുറത്തു വരാൻ പോകുന്നത്? എന്താ കാര്യം എന്ന് അതേഷ് ചോദിക്കുമ്പോൾ അവളുടെ ഒരു മേക്കപ്പ് പ്രൊഡക്റ്റ് ബാത്റൂമിനുള്ളിൽ വെച്ച് മറന്നിട്ടുണ്ട്, അത് എടുക്കാനാണെന്ന് പറയുന്നു. ഓ, കുറച്ച് ടൈം എടുക്കും, ഞാനിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂന്ന് അതേഷ് അവളോട് പറയും. പക്ഷേ മേജന് ഇത്തിരി ധൃതി കൂടുതലായതുകൊണ്ട് തന്നെ അവൾക്ക് അവിടെ ക്ഷമിച്ച് നിൽക്കാൻ കഴിയില്ല. അവൾ അവിടെ നിന്നും ഓരോന്ന് പെറുപിറുത്തോണ്ടിരിക്കുകയായിരിക്കും. അതെല്ലാം അതേഷ് കേൾക്കുന്നുണ്ടാവും. മേജൻ, നീ പുറത്തുനിന്ന് പറഞ്ഞൊക്കെ ഞാനിവിടെ കേൾക്കുന്നുണ്ട് കേട്ടോ, സാരമില്ലെന്ന് പറഞ്ഞ് അവൾ വീണ്ടും ഓരോന്നൊക്കെ പറയുമായിരിക്കും. അത് കേൾക്കുമ്പോൾ അതേഷ് അവളോട് പറയും, എങ്കിൽ നീ വേഗം ഇവിടെയൊക്കെ വന്ന് എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് പോയിക്കോ. അങ്ങനെയാണോ? ഉറപ്പല്ലേ? ഞാൻ ഉള്ളിലേക്ക് വരട്ടെ? ആ, വന്നോ, കുഴപ്പമില്ലെന്ന് അതേഷ് അവളോട് പറയും. അങ്ങനെ അവൾ വാതിൽ തുറന്ന് അവിടേക്ക് വരുമ്പോൾ അവൾ ഷേവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതേഷ്, നീ ഷേവ് ചെയ്യാനാണോ ഇത്ര ടൈം എടുക്കുന്നത്? ഇത് എത്ര നേരമായി നീ കയറിയിട്ടെന്ന് അവൾ അവനോട് പറയും. ഓ, അപ്പം പിന്നെ നീ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ എത്ര കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് വരാറുള്ളത്? എന്തൊക്കെ പറഞ്ഞാലും നിന്റെ അത്ര ടൈമൊന്നും ഞാൻ എടുക്കാറില്ല, എനിക്കൊക്കെ റെഡിയാവാൻ വെറും 5 മിനിറ്റ് മാത്രം മതി എന്നും പറഞ്ഞ് അവൾ അവിടെ ഇരിക്കുന്ന സാധനം എല്ലാം തിരയുന്നുണ്ടാവും. പക്ഷേ അവിടെ ഒന്നും അവൾക്ക് ആ ക്രീം കിട്ടില്ല. അതേഷ്, എൻ്റെ ഒരു ക്രീം ഞാനിവിടെ വെച്ചിരുന്നു, അതിപ്പോൾ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ അവിടെ തിരഞ്ഞുകൊണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ നിനക്ക് ഈ ക്രീമിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന് അതേഷ് അവളോട് പറയും. അത് കേൾക്കുമ്പോൾ അവൾക്ക് ചിരി വരും. സത്യം പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത്, അതായത് സത്യം പറഞ്ഞാൽ ഇതൊന്നും യൂസ് ചെയ്ത് വെറുതെ ടൈം ആളേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ ഉദ്ദേശിച്ചതെന്ന് അതേഷ് അവളോട് പറയും. അത് കേൾക്കുമ്പോൾ മേജന് ചിരി വരും. സാരമില്ല, എന്തായാലും അതിപ്പോൾ കാണാനില്ല, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകാൻ നിൽക്കുമായിരിക്കും. അപ്പോൾ അതേഷ് അവളെ കൈപിടിച്ച് തടയും. നീ എവിടേക്കാണ് പോകുന്നത്? ഒരു ചെറിയ കാര്യം കൂടി ചെയ്യാനുണ്ടെന്ന് അതേഷ് അവളോട് പറയും. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അതേഷ് അവളുടെ അടുത്തേക്ക് നിന്നിട്ട് പറയും, എന്തായാലും നീ എന്നോട് ദേഷ്യം പിടിക്കണമെന്ന് വാക്ക് തരണം. അതങ്ങനെ വാക്ക് തരാൻ പറ്റില്ലെന്ന് മേജൻ അവനോട് പറയും. അത് കാണുമ്പോൾ അതേഷ് പറയും, ഓക്കെ, എന്താണെങ്കിലും ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൻ വേഗം അവിടെ ഇരിക്കുന്ന ആ ഷേവിങ് ക്രീം അവളുടെ മുഖത്തേക്ക് എറിയും. അത് കാണുമ്പോൾ മേജൻ നല്ല ദേഷ്യവും ചിരിയൊക്കെ വരുന്നുണ്ട്. അവൾ അതേപോലെ അവിടെ ഇരിക്കുന്ന ആ ഷേവിങ് ക്രീം അവൻ്റെ മുഖത്തേക്ക് തേക്കും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഒരു ഷേവിങ് ക്രീം ഫൈറ്റ് നടക്കുകയാണ്. സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. അങ്ങനെ അവർ രണ്ടുപേരും നല്ല ഫണ്ണി ആയിട്ട് ഒരു ഷേവിങ് ക്രീം ഫൈറ്റ് അവിടെ നടക്കുകയാണ്. അവസാനം അതേഷ് മേജനെ പൊക്കിയെടുക്കും. നീ തോൽവി സമ്മതിക്കാതെ ഞാൻ നിന്നെ താഴെ ഇറക്കില്ലെന്ന് പറയും. ഓ, എങ്കിൽ ഞാൻ തോൽവി സമ്മതിച്ചു എന്ന് മേജൻ അവനോട് പറയും. എന്ത്? ഞാൻ കേട്ടില്ല, ഒന്നുകൂടി ഉറക്കെ പറയാന്ന് അതേഷ് അവൾ വെറുതെ ഇങ്ങനെ കളിയാക്കും. അത് കാണുമ്പോൾ മേജനും പറയും, ഓക്കെ, ഞാൻ സമ്മതിച്ചു, തോറ്റു വന്നിരിക്കുന്നു. അത് കേൾക്കുമ്പോൾ അതേഷ് അവളെ വിടും. അപ്പോഴാണ് മേജൻ പെട്ടെന്ന് സ്നീസ് ചെയ്യുന്നത്. അത് കാണുമ്പോൾ അതേഷിന് ടെൻഷനാവും. അയ്യോ, ഇന്നലെ രാത്രി മൊത്തം ആ പുറത്ത് കിടന്ന് ഉറങ്ങിയോണ്ടായിരിക്കും നിനക്കിപ്പോൾ ഇങ്ങനെ വന്നത്. ഇനി പെട്ടെന്ന് തന്നെ എനിക്ക് അസുഖം വരുമെന്ന് തോന്നുന്നത്. വേഗം പോയി ഇതെല്ലാം റെഡി ആയിക്കോന്നും പറഞ്ഞ് അതേഷ് അവിടെ നിന്നും പോകും. പിന്നീട് കാണിക്കുന്നത് ചെടി നട്ടുകൊണ്ടിരിക്കുന്ന മേജനെയാണ്. അതേഷും സ്റ്റഡി റൂമിലിരുന്ന് അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മുസൈൻ അവളോട് എന്തൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടാവും. അതേഷ് അതൊന്നും കേൾക്കാതിരിക്കുമ്പോൾ മുസൈൻ അവളോട് ചോദിക്കും, നീ എവിടേക്കായി ശ്രദ്ധിച്ചിരിക്കുന്നത്? ഞാൻ പറയുന്ന എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? ഇല്ല, നിങ്ങളതിനെന്താ പറഞ്ഞതെന്ന് അതേഷ് അവരോട് ചോദിക്കും. കണ്ടോ, നിന്റെ എല്ലാ ശ്രദ്ധയും ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യങ്ങളെല്ലാം നീ മറന്നുപോയോ? നമ്മളിവിടേക്ക് വന്നത് ഒരേ ഒരു ലക്ഷ്യത്തിനാണ്, ഈ കുടുംബത്തെ തകർക്കുക എന്ന ലക്ഷ്യം. എന്നിട്ടിപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു കാര്യം പറയാലോ, നമ്മളുടെ അടുത്ത് തീരെ സമയമല്ല, എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ അടുത്ത കാര്യങ്ങൾ നീക്കണമെന്ന് മുസൈൻ അവരോട് പറയും. അപ്പോഴാണ് അവിടെ കാസിൽ വരുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ റിവെഞ്ച് നമുക്ക് മേജനിൽ തന്നെ തുടങ്ങാമെന്ന് ആലോചിക്കുന്നത്. പക്ഷേ അപ്പോഴാണെങ്കിൽ അതേഷ് അവളെ കിഡ്നാപ്പ് ചെയ്ത് ആരാന്ന് അറിയാൻ വേണ്ടി നടക്കുകയല്ലേ. പിന്നെ അല്ലാതെ എൻ്റെ ഭാര്യ ഒരാൾ കിഡ്നാപ്പ് ചെയ്താൽ അത് ആരാന്ന് ഞാൻ അറിയണ്ടേ? അല്ലാതെ ഞാനെന്താ ചെയ്യേണ്ടതെന്ന് അതേഷ് അവരോട് ചോദിക്കും. അതേക്കുമ്പോൾ മുസൈനും പറയും, അതൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യം എന്താ? നമ്മുടെ ലക്ഷ്യം അവരുടെ കുടുംബത്തെ തകർക്കുക എന്നുള്ളതാണ്. അവരുടെ കുടുംബത്തിൽ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് മേജൻ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് അവരുടെ നഷ്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതെല്ലാം അവളിൽ നിന്നും തുടങ്ങാമെന്ന് മുസൈൻ അവരോട് പറയും. ഇത് കേൾക്കുമ്പോൾ അതേഷ് നല്ല ദേഷ്യം വരും. നമ്മുടെ പ്രതികാരം മേജനോടല്ല, അവളുടെ അച്ഛനോടാണ്. അതുകൊണ്ട് തന്നെ നമ്മളിതിൽ പ്രതികാരം ചെയ്യേണ്ടത് ഹൈദറിനോട് മാത്രമാണ്, അല്ലാതെ ഒന്നും അറിയാത്ത അവൻ്റെ മകളായ പാവം മേജനോടല്ല. അവൻ്റെ മകളായി ജനിച്ചതിൽ അവൾ എന്ത് ചെയ്യാനാണ്? അവൾ ഇതിലൊരു തെറ്റ് ചെയ്തതുകൊണ്ട് തന്നെ അവൾ ഇന്നസെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവൾ ഉപദ്രവിക്കാൻ കഴിയില്ല. ഇതെല്ലാം കേൾക്കുമ്പോൾ ആസ്ലിക്ക് മുസൈന് നല്ല ദേഷ്യം വരും. നീ എന്താ പറഞ്ഞു തരുന്നതെന്ന് ആസ്ലി അതേഷിനോട് പറയും. ഞാൻ വേറെ നല്ല പറഞ്ഞു തരുന്നത്, അവളാണ് അവളുടെ കുടുംബത്തിലെ ഏറ്റവും ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾ. അവൾ ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മുടെ ഈ റിവെഞ്ചിൻ്റെ ലിസ്റ്റിൽ മേജൻ്റെ പേരിനിയില്ല. കാരണം അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്യാത്തവരെ നമ്മൾ എന്താണ് വെറുതെ ശിക്ഷിക്കാൻ പോകുന്നത്? അതുകൊണ്ട് ഇനി ഇമാതിരി കാര്യങ്ങളൊന്നും മേജൻ്റെ പേര് പറയാൻ പാടില്ല. അവളെ ആരും ഉപദ്രവിക്കാനും പാടില്ല. അവളാണ് ഈ കുടുംബത്തിലെ ഏറ്റവും ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾ. അതുമല്ല, അവളിപ്പോൾ എൻ്റെ ഭാര്യ കൂടിയാണ്. അതുകൊണ്ട് അവളെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അതേഷ് അവരോട് പറയും. ഇതാണ് എൻ്റെ ലാസ്റ്റ് വേർഡ്, ഇനി ഇതിനൊന്നും ഒരു മാറ്റമില്ലെന്ന് അതേഷ് അവരോട് പറയും. എന്നും പറഞ്ഞ് അവൾ നേരത്തെ മേജനെ നോക്കി നിന്ന സ്ഥലത്തേക്ക് വീണ്ടും പോയി നിന്ന് അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഈ ഒരു സീൻ കാണിച്ചതോടുകൂടി അറഫ്ത സീരീസിന്റെ ഈ ഒരു അടിപൊളി എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് വൈകാതെ തന്നെ അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഈ ഒരു എക്സ്പ്ലനേഷനും എപ്പിസോഡും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.